ഇന്ന് രണ്ടും കൽപ്പിച്ചൊരു യുദ്ധത്തിന് ഇറങ്ങാനാണ് എന്റെ പ്ലാൻ. ഒന്നല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ഞാൻ. അമ്മ വൈകുന്നേരത്തേക്ക് ചട്ടിയിലേക്ക് വെച്ചിന്ന് ഞാൻ പിടിച്ച മീനും കൂട്ടി നമ്മൾ ചോറിന് പറഞ്ഞിട്ടാണ് ഞാനും നമ്മനെ ജോലിക്ക് വിട്ടത് കേട്ടാ. നടക്കണ വല്ല കാര്യം പറഞ്ഞ പോലെ മോനെന്ന് പറഞ്ഞ് അമ്മ ജോലിക്ക് പോയി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോണത്. അങ്ങനെ ഉച്ചയായപ്പോ ഞാൻ ചൂണ്ടിടാൻ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ മീനുകൾക്കുള്ള അന്നദാനം പാക്ക് ചെയ്ത് അഥവാ മീൻ കിട്ടിയിടാന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, നട്ടുച്ചയ്ക്ക് ആരെങ്കിലും മീൻ പിടിക്കാൻ പോകുന്നു? യെസ്, ഞാൻ പോവും. അങ്ങനെ ചൂണ്ടിയും ബൈക്കുമ്പോൾ തെറ്റിയത് നേരെ ലൊക്കേഷനിലേക്ക് വിട്ടു. അങ്ങനെ ആദ്യത്തെ സ്ഥലത്തെത്തി മീൻ വല്ലതുണ്ടോ നോക്കി. അവിടെ ഇപ്പൊ നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ മനസ്സിലായപ്പോ ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു. അവിടെ 2-3 മീൻ കൊത്തുന്നത് ഞാൻ കണ്ടു. ഇന്ന് അവന്മാരെ പിടിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞ് ചൂണ്ടി സെറ്റാക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞു. അങ്ങനെ മീനുകൾക്ക് കുശാലായിട്ട് ഫുഡ് കിട്ടാൻ ദിവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിവന്റെ വരവ്. ചെക്കൻ ഒരു പ്രൊഫഷണൽ ചൂണ്ടയ്ക്കായിട്ട് വന്നത് കേട്ടാ. ഞാൻ അവനോട് ചോദിച്ചുട്ടാ എന്റെ ഈ ചൂണ്ടക്കിട്ട വല്ല മീനും കൊത്തുന്നു. ചേട്ടൻ ആ ചൂണ്ടങ്ങിട്ട് തന്നെന്ന് പറഞ്ഞ ഒരു കൊളവാഴ തണ്ടും കെട്ടി അവൻ ഒറ്റടല വരുന്ന ഒരു കരിപ്പിടി. സത്യം പറയില്ല, ആ പോയിന്റിൽ ആ വെള്ളത്തിൽ എടുത്ത് ചാടിച്ചാവാൻ എനിക്ക് തോന്നിയത്. അങ്ങനെ അവൻ എനിക്ക് അടുത്ത മീനും പിടിച്ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവന് വലിയ മീനുകളെ പിടിക്കാന്ന് പറഞ്ഞ് അവൻ ആ വഴിക്ക് വിട്ടു. അവൻ പോയതിനു ശേഷം ഒറ്റ മീൻ പോലും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ആ സത്യം ഞാൻ മനസ്സിലാക്കി, എനിക്ക് മീൻ പിടിക്കാൻ അറിയില്ല. അങ്ങനെ അവിടുന്ന് പതുക്കെ ചൂണ്ടും കെട്ടിവെച്ച് ഞാൻ കിട്ടി മീനും കൊണ്ട് വീട്ടിലേക്ക് വന്നു. കാരണം അമ്മയുടെ മുന്നിൽ ഷോ ഇടാൻ നമുക്ക് ഇതന്നെ ധാരാളമാണ്. അങ്ങനെ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്ന് മീൻ കണ്ടപ്പോ അമ്മയുടെ കിളി പോയി. പാവം അമ്മ വിചാരിച്ചത് അത് ഞാൻ പിടിച്ചാന്നാ. പാവം അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഇനി ഞാനായിട്ട് അത് മാറ്റാൻ നിൽക്കണില്ല. അപ്പൊ ശരിട്ടാ.